ഇത് കൊയർപ്പിത്ത് കമ്പോസ്റ്റ് ചെയ്ത കൊയർപ്പിത്തും അതുപോലെ നെല്ലിൻ്റെ ഉമിയും ഹസ്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു മീഡിയമാണ്. ഈ മീഡിയത്തിലാണ് ഞാറ് പാകി മുളപ്പിക്കുന്നത്. വളരെ ലൂസായിരിക്കും ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വേരിൻ്റെ ഡാമേജ് ഇല്ലാതെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഈ ഡ്രമ്മിൽ നമുക്ക് 100 കിലോ വിത്ത് കുതിർത്തെടുക്കാൻ കഴിയും. ഹാഫ് ഭാഗം വെള്ളം ഫില്ല് ചെയ്യും. ഈ 18 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത വിത്ത് അടുത്ത ദിവസം കാലത്ത് ഇത്തരത്തിലുള്ള ചണച്ചാക്കുകളിൽ ഫില്ല് ചെയ്ത് ഈ പർപ്പസിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് വരുന്ന ട്രേകളാണ്. ഇതിലാണ് വിത്ത്. നമ്മൾ മണ്ണ് തീരെ ഉപയോഗിക്കുന്നേ ഇല്ല. അതിൻ്റെ മെച്ചങ്ങളും ഉണ്ട്. ഇത് ഈ തരത്തിൽ ബെഡിൽ സ്പ്രെഡ് ചെയ്ത് വെക്കുന്ന ഒരു വർക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇട്ട നെറ്റ് നമ്മൾ എടുക്കുന്നതാണ്. ഇത് 4 ദിവസമായി. ഇത് നമുക്ക് നടാൻ പാകമായ ബെഡുകളാണ്. ഇത് ഈ തരത്തിൽ ചുരുട്ടി എടുത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടികളിലേക്ക് ഈ തരത്തിലാണ് ലോഡ് ചെയ്ത് പോയത്. കർഷകൻ ശരിക്ക് അയാളുടെ നെൽകൃഷിയിൽ ഏതാണ്ട് ഒരു 20% സമയം ലാഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. തൃശ്ശൂരും പാലക്കാടാണ് കൂടുതലും. പിന്നെ അതുകൂടാതെ കോട്ടയം, എറണാകുളം, കോഴിക്കോട് ഇവിടുന്നൊക്കെയുള്ള ആളുകൾ ആലോചിച്ച് ഇവിടെ വന്ന് വിത്ത് ഇവിടെ കൊണ്ട് തന്ന് ഞാറാക്കി തിരിച്ചു കൊണ്ടുപോയി നടുന്ന ഒരു കർഷകനത് അറിയുന്ന പോലുമില്ല. അറിയാതെ അയാളുടെ വരമ്പിൽ നടാൻ തയ്യാറായിട്ട് ഞാറെത്തുവാണ്. അവർ പറഞ്ഞത് ഒരു 15-20 ദിവസത്തോളം അവർക്ക് ഈ കൃഷിപ്പണികൾ ഒഴിവാക്കി കിട്ടുന്നു, പിന്നെ ചെലവ് കുറയുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് വേര് പിടിക്കുകയും പെട്ടെന്ന് ഗ്രോ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ കൊയർപ്പിത്തൽ നമ്മൾ ഉണ്ടാക്കുന്ന ഞാറ് ഫീൽഡിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഫീൽഡിൽ ഗ്രോ ചെയ്യാനുള്ള സമയം ഈ ചെടിക്ക് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ഈൽഡ് കൂടുതൽ കിട്ടുന്നുണ്ട്. തൽക്കാലം മറ്റതിന്റെ കൂടെ എത്താനായിട്ട് ടെറസിൽ ട്രേയിൽ ഞാറ് പ്രിപ്പയർ ചെയ്ത് നട്ട് തുടങ്ങിയതാണ്. ആ വർഷം നമുക്ക് ശരിക്കും മറ്റ് 12 ഏക്കറിൽ കിട്ടിയതിനെക്കാട്ടിലും കൂടുതൽ ഏതാണ്ട് 300 ചില്ലറ കിലോ പെർ ഏക്കർ നമുക്ക് കൂടുതൽ കിട്ടിയായിരുന്നു. 20-25% ആണ് നമുക്ക് ഇൻക്രീസ് കിട്ടിയത്. ഐ മീൻ ഈൽഡിൽ ഇൻക്രീസ് ഉണ്ടായത്. 35,000 രൂപ ചെലവാക്കി 56,000 രൂപ 6 മാസത്തിൽ കിട്ടുന്നൊരു ബിസിനസ് ആയിട്ട് നെൽകൃഷിയെ കണ്ടാൽ മതി. അത് പോസിബിൾ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ലീസിന് സ്ഥലങ്ങൾ എടുത്ത് സ്കെയിൽ ചെയ്യാൻ നോക്കിയത്. അപ്പോഴാണ് ശരിക്കും ഇതിനകത്തുള്ള കുറെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഗുണമേന്മയോടെ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങാം. ലോഗിൻ ചെയ്യൂ farmigo.com. ഞാൻ രജീഷ്, വീട് മങ്കരയാണ്, കൃഷി ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കൃഷിയിൽ എന്നെ ചില കാര്യങ്ങളിൽ ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും എൻ്റെ ഒരു ഗുരു എന്നുള്ള രീതിയിലാണ് ഞാൻ സോമദാസ് ഏട്ടനെ പരിചയപ്പെടുന്നത്. ആ പരിചയത്തിൽ നിന്നാണ് ഞങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളും തുടങ്ങിയത്. അതിൽ ശരിക്കും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റിയൊരു പദ്ധതിയാണ് ഇപ്പം ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേയിൽ ഞാറ്റടി ഉണ്ടാക്കി കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നൊരു സംരംഭം. എൻ്റെ പേര് സോമദാസ്. കർഷകനാണ്. കർഷക കുടുംബത്തിലാണ് ജനിച്ചതും കൃഷിയിലാണ് ജീവിതം ആരംഭിച്ചതും. 89 മുതൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നെല്ലാണ് പ്രധാന. പാലക്കാട് ജില്ലയിൽ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ വീടും കൃഷിയെല്ലാം. അപ്പോൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പല പ്രതിസന്ധികൾക്ക് പരിഹാരം തേടുക, കണ്ടെത്തുക, അതിനൊരു അതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഇത്ര കാലത്തെ ജീവിതത്തിൻ്റെ ഒരു രീതി. അങ്ങനെയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ മെക്കനൈസേഷൻ പോസിബിലിറ്റീസ് ഇങ്ങനെ കണ്ടെത്താനും അത് പ്രയോഗിച്ച് നോക്കാനും അതിൽ വേണ്ട വ്യത്യാസങ്ങൾ വരുത്താനും എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്നിപ്പോൾ നമ്മളിന്ന് കാണുന്ന ഈ ട്രേ ഞാറ്റടിയിലേക്ക് വന്നത്. നേരത്തെ ചെയ്തു വന്നിരുന്നത് പരമ്പരാഗത രീതിയിലുള്ള ഞാറ്റടി തയ്യാറാക്കലും 10-30 ദിവസമൊക്കെ കഴിയുമ്പോൾ പാടത്ത് മെയിൻ ഫീൽഡിൽ പറിച്ച് നടുന്ന രീതിയൊക്കെ ആയിരുന്നു. അതിന് ഒരുപാട് ലേബർ ഇൻറ്റൻസീവ് ആണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 12-13 വർഷം മുമ്പാണ് മെക്കനൈസ്ഡ് പ്ലാന്റിങ്ങിലേക്കൊക്കെ വന്നത്. അത് പാടത്ത് തന്നെ ഞാറ്റടി തയ്യാറാക്കുന്ന ഈ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ച് ഞാറ്റടി തയ്യാറാക്കുന്ന രീതിയായിരുന്നു മെക്കനൈസേഷൻ്റെ ആദ്യ രീതിയാണ്. പിന്നെ അതിനും കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം ഈ കാട്ടുപന്നിയുടെ ആക്രമണം, മയില് പെറുക്കുന്നത്,
അവിടെ ഉണ്ടാവുന്ന ഡാമേജുകൾ, പാടത്തുള്ളപ്പോൾ അതിന് കെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് അതിൻ്റെ പിന്നീടുള്ള സാധ്യതകളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള പ്രദേശത്ത് നമുക്ക് നല്ല ശ്രദ്ധ കിട്ടുന്ന പ്രദേശത്ത് ട്രേയിൽ ഞാറ്റടി തയ്യാറാക്കാന്നുള്ളത്. അപ്പോൾ അതിന് പ്രത്യേക മീഡിയം മണ്ണില്ലാതെ കൊയർപ്പിത്ത് കമ്പോസ്റ്റും ഭൂമിയും അങ്ങനെ കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള മീഡിയത്തിൽ തയ്യാറാക്കുകയും ഒരു 15 ദിവസം ആകുമ്പോൾ നമുക്ക് ഫീൽഡിലേക്ക് 12-15 ദിവസം ആകുമ്പോൾ ഫീൽഡിലേക്ക് പറിച്ചിടാം. അപ്പോൾ അങ്ങനെ എൻ്റെ സ്വന്തം ആവശ്യത്തിന് തുടങ്ങിയ ഒരു ആക്ടിവിറ്റിയാണ്. പിന്നീട് അത് കണ്ടുവരുന്ന കുറച്ച് സുഹൃത്തുക്കളും റിലേറ്റീവ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ അതിൻ്റെ അവർക്കും കൂടി ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. രജീഷ് അതിന് മുമ്പേ പരിചയം ഉണ്ടായിരുന്നു. പുള്ളിയുടെ എമർജൻസിയുടെ ഭാഗം ഒരു അത്യാവശ്യ കാര്യത്തിന് പുള്ളിക്കൊരു കുറച്ച് ഞാറ് തയ്യാറാക്കി കൊടുക്കണം. അങ്ങനെ കിട്ടിയപ്പോൾ പുള്ളിക്ക് അത് വലിയൊരു സൗകര്യമായിട്ട് തോന്നി. മറ്റു ആവശ്യക്കാർക്ക് കൂടുതലായിട്ട് ചെയ്ത് കൊടുത്തൂടെ എന്നുള്ള ഒരു ആശയത്തിലേക്ക് അങ്ങനെയാണ് വരുന്നത്. 3 സീസൺ മുമ്പാണ് അങ്ങനെ ആലോചിച്ചു തുടങ്ങുന്നത്. 4-5 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് തൃശ്ശൂരും പാലക്കാടാണ് കൂടുതലും. പിന്നെ അതുകൂടാതെ കോട്ടയം, എറണാകുളം, കോഴിക്കോട് ഇവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ആലോചിച്ച് ഇവിടെ വന്ന് വിത്ത് ഇവിടെ കൊണ്ട് തന്ന് ഞാറാക്കി തിരിച്ചു കൊണ്ടുപോയി നടുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഒരു 15-20 ദിവസത്തോളം അവർക്ക് ഈ കൃഷിപ്പണികൾ ഒഴിവാക്കി കിട്ടുന്നു, പിന്നെ ചെലവ് കുറയുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു മെച്ചം. ഞാറ്റടി തയ്യാറാക്കി നട്ട് കൊടുക്കുന്ന എന്ന് വെച്ചാൽ മെക്കനൈസേഷൻ വഴി മെഷീൻ ഉപയോഗിച്ച് ഞാറ് നട്ട് കൊടുക്കുന്ന കുറേ ഏജൻസീസ് ഉണ്ട്. അത്തരം ഏജൻസീസിൽ കുറേ പേര് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഇതല്ല, നട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ചില ഫീൽഡുകളിൽ അവർ ഫീൽഡിൽ ഞാറ് തയ്യാറാക്കാതെ ട്രെയിൽ ഞാറ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും പ്രൈമറി ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവോ ഇതല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും ഇത്തരം ഞാറ്റടി തയ്യാറാക്കുമ്പം ഒരു നെൽ കർഷകൻ എന്ന നിലയ്ക്ക് കർഷകന്റെ ഏറ്റവും വലിയ കുറച്ച് അഡ്വാൻറ്റേജസ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെൽകൃഷിയിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും കുറവ് ശ്രദ്ധ കിട്ടുന്നൊരു ഫേസ് എന്ന് പറയുന്നത് ഞാറ്റടി തയ്യാറാക്കുന്നതാണ്. അവിടെ ഒരുപാട് റിസ്ക് ഉണ്ട്. വെള്ളം കൂടിയാൽ റിസ്ക് ആണ്, വെള്ളം കുറഞ്ഞാൽ റിസ്ക് ആണ്. ഫീൽഡിലാവുന്നത് കൊണ്ട് പുഴുക്കേടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കീടങ്ങളുടെ പ്രശ്നം, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പന്നി അല്ലെങ്കിൽ വൈൽഡ് അനിമൽസ്, ബേർഡ്സ്, ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് പറ്റിയാൽ പോലും അതിനെ അക്കോമഡേറ്റ് ചെയ്ത് ഉള്ള ഞാറ് നട്ടു പോവുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാറ്. അപ്പോൾ അവിടെ പറ്റുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാറിന്റെ ക്വാളിറ്റി പ്രോപ്പർ അല്ലാതാവുന്ന സമയത്ത് അത് ടോട്ടൽ ഈൽഡിനെയും ബാധിക്കുന്നുണ്ട്. കർഷകൻ ശരിക്കും അയാളുടെ നെൽകൃഷിയിൽ ഏതാണ്ട് ഒരു 20% സമയം ലാഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. കാരണം ആദ്യത്തെ 20% സമയം കർഷകന്റെ ഫീൽഡിലെ അല്ല, പകരം ഇവിടെയാണ് അത് നടക്കുന്നത്. കർഷകൻ അത് അറിയുന്ന പോലുമില്ല. അറിയാതെ അയാളുടെ വരമ്പിൽ നടാൻ തയ്യാറായിട്ട് ഞാറ് എത്തുവാണ്. അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് കർഷകന് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത് ക്വാളിറ്റി ഉള്ള ഞാറ് ഉറപ്പ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ളതും കൃത്യമായിട്ടുള്ള ഏജിൽ എന്ന് വെച്ചാൽ ഒരുപാട് പ്രായമാകാത്ത ഞാറും നമ്മൾ ഫീൽഡിൽ കൊണ്ടുപോയി നടുന്നു എന്നുള്ളത് കൊണ്ടും കലർപ്പില്ലാതിരിക്കുക, മറ്റ് കളകളില്ലാതിരിക്കുക, ഇതിന്റെ കൂടെ ഞാറ് നടുന്നതിന്റെ കൂടെ നമ്മൾ കളയും നട്ടു പോകാറുണ്ട് സാധാരണ. അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈൽഡിൽ നല്ലൊരു വ്യത്യാസം വരാറുണ്ട് സാധാരണഗതിക്ക്. കാരണം പെട്ടെന്ന് വേര് പിടിക്കുകയും പെട്ടെന്ന് ഗ്രോ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ കൊയർപ്പിത്തൽ നമ്മൾ ഉണ്ടാക്കുന്ന ഞാറ് ഫീൽഡിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഏജും കറക്റ്റ് ആയിരിക്കും. നമ്മളൊരു 15 to 17 ഡേയ്സിന്റെ ഉള്ളിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഫീൽഡിൽ ഗ്രോ ചെയ്യാനുള്ള സമയം ഈ ചെടിക്ക് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ഈൽഡ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഒരു നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മളിതൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ മറ്റു കർഷകർക്കും ചെയ്യാം എന്നുള്ളതും ഇത് ഞങ്ങൾ ശീലമാക്കാം എന്നും തീരുമാനിച്ചത് നമ്മൾ ആക്സിഡന്റലി ചെയ്ത് തുടങ്ങിയ ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു 15 ഏക്കറോളം ഞാറ് പ്രിപ്പയർ ചെയ്തു. അതിലൊരു 3 ഏക്കറോളം നടാനുള്ള ഞാറ് പന്നി നശിപ്പിച്ചു. അപ്പൊ നമ്മൾ തൽക്കാലം മറ്റതിന്റെ കൂടെ എത്താനായിട്ട് ടെറസിൽ ട്രേയിൽ ഞാറ് പ്രിപ്പയർ ചെയ്ത് നട്ട് തുടങ്ങിയതാണ്. ആ വർഷം നമുക്ക് ശരിക്കും മറ്റ് 12 ഏക്കറിൽ കിട്ടിയതിനെക്കാട്ടിലും കൂടുതൽ ഏതാണ്ട് 300 ചില്ലറ കിലോ പെർ ഏക്കർ നമുക്ക് കൂടുതൽ കിട്ടിയായിരുന്നു ഇതിനകത്ത്. അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ തോന്നി. ഒരു 20-25% ആണ് നമുക്ക് ഇൻക്രീസ് കിട്ടിയത്. ഐ മീൻ ഈൽഡിൽ ഇൻക്രീസ് ഉണ്ടായത്. ഇത് കൊയർപ്പിത്ത് കമ്പോസ്റ്റ് ചെയ്ത കൊയർപ്പിത്തും അതുപോലെ നെല്ലിൻ്റെ ഉമിയും ഹസ്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു മീഡിയമാണ്. ഈ മീഡിയത്തിലാണ് ഞാറ് പാകി മുളപ്പിക്കുന്നത്. നമ്മൾ മണ്ണ് തീരെ ഉപയോഗിക്കുന്നില്ല. കാരണം ഇത് നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്ത് നിർത്തുന്നുള്ളതുകൊണ്ടും മണ്ണിൽ നിന്നുള്ള കളവിത്തുകൾ, മറ്റ് മിക്സ് വിത്തുകൾ, മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു പ്രോസസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഡെൻസിറ്റി ലോ ഡെൻസിറ്റി മീഡിയ എന്ന് പറയും. ഡെൻസിറ്റി കുറവായതുകൊണ്ട്
നമുക്ക് ഞാറ് പ്ലാന്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ വേര് പൊട്ടാതെയും ഒക്കെ കിട്ടാൻ ഇത് സഹായിക്കും. ഇത് വളരെ ലൂസായിരിക്കും ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വേരിന് ഡാമേജ് ഇല്ലാതെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. വളരെ 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്ലാന്റിങ് പോസിബിൾ ആക്കുന്നത് ഈ ലോ ഡെൻസിറ്റി മീഡിയ ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഞാറ്റടി ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്. നമ്മൾ ഏത് വിത്താണോ ഞാറ്റടി ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് കുതിർത്തെടുക്കുക എന്നുള്ളത്. 18 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഡ്രമ്മുകളാണ്. 200 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഡ്രമ്മുകൾ ഉപയോഗിക്കും. ഈ ഡ്രമ്മിൽ നമുക്ക് 100 കിലോ വിത്ത് കുതിർത്തെടുക്കാൻ കഴിയും. ഹാഫ് ഭാഗം വെള്ളം ഫില്ല് ചെയ്യും. അതിലോട്ടാണ് വിത്ത് ചൊരിഞ്ഞൊഴിക്കുക. എന്നിട്ട് താഴെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്യുന്ന അണ്ടർ വെയ്റ്റഡ് സീഡുകളോ അല്ലെങ്കിൽ പതിരുകളോ ഉണ്ടെങ്കിൽ അത് അരിച്ച് മാറ്റിയിട്ടാണ് വിത്ത് കുതിർക്കുന്നത്. 100 ലിറ്റർ വെള്ളത്തിൽ 100 കിലോ നെല്ല് കൂടി ഇട്ട് കഴിയുമ്പോൾ വിത്ത് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഡ്രമ്മിൻ്റെ മുകളിൽ വരെ ആവും. ഇതാണ് ആദ്യ പടി. ഇത്തരത്തിൽ വെച്ചിട്ടുള്ള വിത്ത് ഇന്ന് ഒരു ദിവസം വൈകുന്നേരം കുതിർക്കാനിടുന്നു. പിറ്റേന്ന് കാലത്താണ് ഇത് ഈ വെള്ളത്തിൽ നിന്ന് വിത്തിനെ കോരി മാറ്റുന്നത്. ഇത് നമ്മൾ ഞാറ്റടി തയ്യാറാക്കാനുള്ള നെൽവിത്ത് കുതിർക്കാനിട്ടിരിക്കുന്നത് 18 മണിക്കൂർ കുതിർത്ത ശേഷം അത് വാരി ചണച്ചാക്കിൽ കെട്ടി വയ്ക്കുന്നതാണ്. നമ്മൾ കുതിർക്കാനിടുമ്പോൾ സ്യൂഡോമോണസ് ലായനി തയ്യാറാക്കിയിട്ട് സ്യൂഡോമോണസ് ലായനിയിലാണ് കുതിർക്കാനിടുക. അപ്പോൾ തലേന്നാൾ വൈകുന്നേരം ഇട്ട് വിത്ത് 18 മണിക്കൂറിന് ശേഷം ഇന്ന് കാലത്ത് ചാക്കിൽ വാരി വയ്ക്കുന്ന ഒരു ലിറ്ററിന് 20 ഗ്രാം എന്ന തോതിൽ 100 ലിറ്ററിന് 2 കിലോ സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കും. സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ ഒരു മിത്ര ബാക്ടീരിയയാണ്. വിത്തിൻ്റെ കൂടെ ഉണ്ടാവണ അല്ലെങ്കിൽ വിത്തിനകത്തോ പുറത്തോ ഉള്ള നമുക്ക് ദോഷകാരികളായിട്ടുള്ള കുമിളുകളെയും ബാക്ടീരിയകളെയൊക്കെ നശിപ്പിച്ച് ആദ്യത്തെ പടി, കാരണം വിത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കുമിൾ രോഗമോ ബാക്ടീരിയൽ രോഗങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് സംരക്ഷിക്കുന്ന ഒരു സാധനമാണ് സ്യൂഡോമോണസ്. നമ്മൾ ചെയ്യുന്നത് 100 ലിറ്റർ വെള്ളത്തിലേക്ക് 2 കിലോ എന്ന് വെച്ചാൽ 1 ലിറ്ററിന് 20 ഗ്രാം എന്ന തോതിൽ സ്യൂഡോമോണസ് കലക്കിയിട്ട് ഈ വെള്ളവും കൂടെ, അത് പൊടി രൂപത്തിലാണ് കിട്ടുക. പിന്നെ അതുപോലെ ലിക്വിഡായിട്ട് കിട്ടുന്നതും ഉണ്ട്. പൊടി രൂപത്തിൽ കിട്ടുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. 2 കിലോ ആദ്യം കുറച്ച് വെള്ളത്തിൽ, ഒരു 4-5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അല്പനേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടി താഴെ അടിയും, വെള്ളം മാത്രം മുകളിലുണ്ടാവും. ആ വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുക. അപ്പോൾ പൊടി ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം പൊടി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വിത്തിൻ്റെ മുകളിലൊക്കെ പൊടിയൊക്കെ പിടിച്ച് അത് നമുക്കൊരു വിത്ത് ഇടുന്നതിന് ചെറിയ തടസ്സമൊക്കെ ഉണ്ടാകും. ഈ 18 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത വിത്ത് അടുത്ത ദിവസം കാലത്ത് ആ സ്യൂഡോമോണസ് കലക്കിയ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് ഇത്തരത്തിലുള്ള ചണച്ചാക്കുകളിൽ ഫില്ല് ചെയ്ത് ഒരു 24 മണിക്കൂർ വയ്ക്കുക. അത് ഈ സമയത്താണ് വിത്ത് ജെർമിനേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ മുള പൊട്ടുക എന്ന് പറയില്ല. വിത്ത് മുളയ്ക്കാൻ വേണ്ട ഒരു പ്രഷറും ചൂടും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റാക്ക് ചെയ്ത് ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെച്ച് മുകളിൽ കുറച്ച് കല്ലുമൊക്കെ കയറ്റി വെച്ച് ഭാരം കൊടുക്കും. ഇത് വെയിലത്ത് വയ്ക്കരുത്, മുറിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡിൻ്റെ താഴെയായിട്ട് കഴിയുന്നത്ര ഇരുട്ടുള്ള ഒരു സ്ഥലത്ത്, പ്രകാശമില്ലാത്ത ഇരുട്ടുള്ള സ്ഥലത്ത് വയ്ക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. ഇങ്ങനെ 24 മണിക്കൂർ ഇത്തരത്തിൽ ചാക്കുകളിൽ കെട്ടിവെക്കും. 24 മണിക്കൂർ ചാക്കിൽ കെട്ടിവെച്ച് മുളച്ചു തുടങ്ങിയ വിത്തിനെയാണ് നമ്മൾ ഈ ട്രേകളിൽ പാകുന്നത്. എൻ്റെ കയ്യിൽ കാണുന്നത് ഈ പർപ്പസിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് വരുന്ന ട്രേകളാണ്. നമുക്ക് പലതവണ ഉപയോഗപ്പെടുത്താം. ഒരു തവണ ഞാറുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും അതിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഉപയോഗിക്കാം. അത് 1 അടി വീതിയും 2 അടി നീളവുമുള്ള ട്രേകളാണ്. ട്രേകളിൽ കമ്പോസ്റ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റും കുറച്ച് ഉമിയും അങ്ങനെയുള്ള നമുക്ക് പോഷകഘടകങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിലാണ് വിത്ത്. നമ്മൾ മണ്ണ് തീരെ ഉപയോഗിക്കുന്നേ ഇല്ല. എൻ്റെ മെച്ചങ്ങളും ഉണ്ട്. മെച്ചങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിലൂടെ വരുന്ന രോഗങ്ങൾ, കീടങ്ങൾ, അങ്ങനെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. മറ്റ് കളവിത്തുകൾ, നമ്മളിടുന്ന നെല്ലല്ലാത്ത മറ്റ് കലർപ്പ് വിത്തുകളൊന്നും വരാതിരിക്കും. പിന്നെ ചകിരിച്ചോറായതുകൊണ്ട് നമുക്ക് ഞാറ്റടി ഇതിന്ന് പറിച്ച് നടാൻ അത് കൈകൊണ്ടാണെങ്കിലും യന്ത്രം കൊണ്ടാണെങ്കിലും പ്ലാന്റിങ് വളരെ ഈസി ആക്കും. കാരണം വളരെ നമ്മൾ സ്പോഞ്ചൊക്കെ ഇങ്ങനെ വെറുതെ വലിച്ചെടുക്കുമ്പോൾ കയ്യിൽ വരുന്ന പോലെ വളരെ ഈസി ആയിട്ട് ഇത് ഓരോ ചെടികളാക്കി എടുക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള മെച്ചങ്ങളുണ്ട്. വിത്ത് പാകുന്ന ഒരു പ്രോസസ്സാണ്.
ഇത് നമ്മൾ ഇന്നലെ ട്രേയിൽ വിത്ത് പാകി അടുക്കി വെച്ചിട്ടുള്ള വിത്ത്, ഇത് മുളപ്പിച്ച ട്രേകളാണ്. ഇത് ഈ തരത്തിൽ ബെഡിൽ സ്പ്രെഡ് ചെയ്ത് വെക്കുന്ന ഒരു വർക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ ബെഡിൽ സ്പ്രെഡ് ചെയ്ത് വെച്ച് അതിന് ഒരു 50% ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കും. ആ കവർ ചെയ്ത് വെച്ചാണ് നിങ്ങൾ തൊട്ടടുത്ത ഫീൽഡിൽ കാണുന്നത്, തൊട്ടടുത്ത ബെഡിൽ കാണുന്നത് അതാണ്. ഇത്തരത്തിൽ നെറ്റിട്ട് മൂടുന്നതിൻ്റെ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കുഞ്ഞു തൈകൾ അതായതുകൊണ്ട്, ചെറിയ ഞാറ് മുളച്ച് വരുന്നതുകൊണ്ട് ഹെവി ആയിട്ടുള്ള മഴ, അതുപോലെ ഹെവി ആയിട്ടുള്ള സൺലൈറ്റ്, അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഇത് 50% ഷെയ്ഡുള്ള ഷെയ്ഡ് നെറ്റാണ്. UV സ്റ്റെബിലൈസ്ഡ് ഷീറ്റാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ വെയിൽ കൊണ്ടാലും അത് പൊടിഞ്ഞു പോകുകയോ കേട്ടോ. അപ്പോൾ അത് പലതവണ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഈ നെറ്റ്. അതുപോലെ താഴെ ഇട്ടിരിക്കുന്ന ബെഡിൻ്റെ അടിയിൽ താഴെ ഇട്ടിരിക്കുന്ന മൾച്ചിങ് ഷീറ്റാണ്. മൾച്ചിങ് ഷീറ്റിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, വേര് താഴോട്ട് പിടിക്കാതിരിക്കാൻ, മണ്ണിലേക്ക് ഇതിൻ്റെ ആ മീഡിയത്തിൽ മാത്രമായിട്ട് വേര് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മൾച്ചിങ് ഷീറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ട്രേ വെച്ച് അതിനെ പച്ച ഷെയ്ഡ് നെറ്റ് കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നെറ്റ് നമുക്ക് 4 ദിവസം വരെ ഇതിൽ തന്നെ വയ്ക്കാം. 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ചെടികൾ മുളച്ച് നെറ്റിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് വന്നു തുടങ്ങും. ആ സമയത്ത് നെറ്റ് റിമൂവ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ഇട്ട നെറ്റ് നമ്മൾ എടുക്കുന്നതാണ്. ഇത് 4 ദിവസമായി. 4 ദിവസമായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ചെടികളൊക്കെ കുറച്ചിങ്ങനെ നെറ്റിൻ്റെ ഇടയ്ക്കൂടെ വരുന്നതാണ്. 4 ദിവസമായി കഴിഞ്ഞാൽ നെറ്റ് റിമൂവ് ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടും. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമുക്ക് കണ്ടാലറിയാം ചെടികൾ വളർന്നു തുടങ്ങിയത്. ഇനി ഈ പരുവത്തിൽ എല്ലാ ദിവസവും 2 നേരം വെള്ളം നനയ്ക്കണം. ഒരു 10 ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പാകമാവും. 10 ദിവസം കൂടെ നമുക്ക് ഫീൽഡിൽ പരിചയം. അതിനിടയ്ക്ക് ന്യൂട്രിയൻസിൻ്റെ സ്പ്രേ ഉണ്ട്. അസുഖങ്ങൾ അല്ലെങ്കിൽ ഡിസീസോ പെസ്റ്റോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട സ്പ്രേകൾ കൊടുക്കും. പിന്നെ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ സ്പ്രേ കൊടുക്കും. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഞാറ് റെഡിയായിട്ട് പ്ലാന്റ് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. നമുക്ക് തൊട്ടപ്പുറത്ത് കാണുന്നത് ഡെലിവറിക്ക് പാകമായി അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യാൻ പാകമായിട്ടുള്ള ഒരു ഒരു ബെഡാണ് ആ കാണുന്നത്. നമുക്കത് റോൾ ചെയ്യുന്നത് കാണിക്കാം. ഇത് നമുക്ക് നടാൻ പാകമായ ബെഡുകളാണ്. ഇത് ഈ തരത്തിൽ ചുരുട്ടി എടുത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വണ്ടികളിലേക്ക് ഈ തരത്തിലാണ് ലോഡ് ചെയ്ത് പോയത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഒരു സാധാരണ നമ്മുടെ ഗുഡ്സ് ഓട്ടോറിക്ഷയിലൊക്കെ 3.5-4 ഏക്കറിൻ്റെ ഞാറ് ഇത്തരത്തിൽ കയറി പോവും. അതുപോലെ തന്നെ നമ്മുടെ ലൈലാൻഡ് ദോസ്ത് വണ്ടിയിലൊക്കെ നമ്മുടെ ഐഡിയ കിട്ടാൻ വേണ്ടി പറയണതാണ്. ലൈലാൻഡ് ദോസ്ത് വണ്ടിയിൽ 10 ഏക്കറിൻ്റെ ഞാറ് വരെ കയറിപ്പോവും. അപ്പം മറ്റടുത്ത ജില്ലകളിലേക്കോ, ഇപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം എല്ലാ ജില്ലകളിലേക്കും ഞാറ് കയറി പോകാറുണ്ട്. ദൂരേക്കാണെങ്കിൽ തലേ ദിവസം തന്നെ ഇത്തരത്തിൽ ഞാറ് ലോഡ് ചെയ്ത് വെച്ച് വളരെ നേരത്തെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ പ്ലാന്റ് ചെയ്യാൻ അപ്പോഴത്തേക്ക് റെഡിയായിട്ട് അവിടെ മെഷീൻസ് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആളെത്തിയിട്ടുണ്ടാവും. അതിൽ പ്ലാന്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. കൂടുതൽ കാലവും മാനുഫാക്ചറിങ് കമ്പനികൾക്കുള്ള ERP ഉണ്ടാക്കിയിട്ടുള്ള ERP പോലുള്ള സോഫ്റ്റ്വെയർസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കൃഷിയിലേക്ക് വന്നത് 2016 അപ്പോൾ കൃഷി കൂടുതൽ കൊമേഴ്ഷ്യലായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ലീസിന് കൃഷി എടുത്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കൂടുതൽ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നത് പ്രോഫിറ്റബിൾ ആണെന്ന് മനസ്സിലായി. നെൽകൃഷിയുടെ ഒരു യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. 1 ഏക്കർ കൃഷി ചെയ്യാൻ ഒരു 30-35,000 രൂപയാണ് ചിലവ് വരുന്നത്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ 2 ടണ്ണിന്റെ മുകളിൽ എന്തായാലും ഈൽഡ് കിട്ടാറുണ്ട്. 2 ടൺ എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 56,000 രൂപ കിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം MSP 28 രൂപ 32 പൈസയാണ്. സോ 28 രൂപ കൂട്ടിയാൽ തന്നെ 56,000 രൂപ കിട്ടും. 35,000 രൂപ ചെലവാക്കി 56,000 രൂപ 6 മാസത്തിൽ കിട്ടുന്നൊരു ബിസിനസ് ആയിട്ട് നെൽകൃഷിയെ കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എക്കണോമിക്സ് ഓഫ് നെൽകൃഷി എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആണ്. പക്ഷെ എന്തുകൊണ്ട് അത് ലാഭകരമാവില്ല എന്ന് ചോദിച്ചാൽ സ്കെയിൽ ചെയ്യാത്തതുകൊണ്ടാണ് ലാഭകരം അല്ലാത്തത്. 100 കണക്കിന് ഏക്കർ കൃഷി ചെയ്യുന്ന ഒരുപാട് പൈസ ലാഭം ഉണ്ടാക്കുന്ന കർഷകരുണ്ട്.
അപ്പം അത് പോസിബിൾ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ലീസിന് സ്ഥലങ്ങൾ എടുത്ത് സ്കെയിൽ ചെയ്യാൻ നോക്കിയത്. അപ്പോഴാണ് ശരിക്കും ഇതിനകത്തുള്ള കുറെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് നമ്മൾ എപ്പോഴും ഒരു ബിസിനസ്സും കണക്കെഴുതാതെ മുമ്പോട്ട് പോകില്ല. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഭാഗമാണ്. നമ്പേഴ്സ് അറിയില്ലെങ്കിൽ പിന്നെ നിനക്ക് കച്ചവടം അറിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുക. പക്ഷെ കർഷകന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ 100 കണക്കിന് കർഷകരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. 90% കർഷകരും കണക്ക് എഴുതൂല. ഈ കണക്ക് എഴുതാത്തതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ലോജിക് ഒക്കെ ഉണ്ട്. ബട്ട് someone has taught them like കച്ചവടം എഴുതി ചെയ്യണം, കൃഷി എഴുതാതെ ചെയ്യണം എന്ന് പറഞ്ഞ് ആരോ പഠിപ്പിച്ചിട്ടുണ്ടല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കണക്ക് എഴുതിയാൽ എൻ്റെ നഷ്ടം എനിക്ക് മനസ്സിലാവും, അതെന്നെ ഡിസ്കറേജ് ചെയ്യും എന്നുള്ളതാണ് മിക്ക കർഷകരുടെയും ഒരു ജസ്റ്റിഫിക്കേഷൻ കണക്കെഴുതാത്തതിന്. പക്ഷെ കണക്കെഴുതാതെ ഇതൊരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, അല്ലെങ്കിൽ അതൊരു ഉപാധിയായിട്ട് അല്ലെങ്കിൽ ജീവിതോപാധിയായിട്ട് നിലനിർത്താൻ പറ്റൂല. അപ്പൊ അവിടുന്ന് തുടങ്ങിയതാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി, അത് ബുക്ക് കീപ്പിംഗ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അത് ആദ്യം ബുക്ക് കീപ്പിംഗ് ആയിരുന്നു, പിന്നീട് ലേബർ അഗ്രിഗേഷൻ പ്ലാറ്റ്ഫോം ആക്കിയിട്ടുണ്ട്. ഇപ്പം മറ്റ് ഏജൻസീസ്, ഗവൺമെന്റ് ഏജൻസീസിന്റെ കൂടെ ചേർന്നിട്ട് നമ്മളൊരു ബാങ്കിങ്ങിന് ക്രെഡിറ്റ് റേറ്റിംഗ് കർഷകന് ഉണ്ടാക്കുന്നതും കർഷകന് കുറെ കൂടെ എളുപ്പത്തിൽ ലോണ് കിട്ടാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ആക്കി അതിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കർഷകന് ബേസിക്കലി 3 പ്രശ്നങ്ങളാണ് ഉണ്ടാവാറ്. ഒന്ന്, ഉണ്ടാക്കിയ സാധനം വിൽക്കാൻ, അതായത് നല്ല വിലയ്ക്ക് നല്ല സമയത്ത് നല്ല മാർക്കറ്റിൽ വിൽക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത്, കർഷകന് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം കിട്ടാനുള്ള സോഴ്സ് ഇല്ല എന്നുള്ളത്. മൂന്നാമത്തത്, ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങൾ. ഇത്തരം സംഭവങ്ങൾ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ട്രെയിലെ ഞാറ്റടി തയ്യാറാക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നബാർഡിന്റെ DDM വന്നായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെ ശരിക്കും നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് കർഷകനെ ഒരു ത്രെട്ടായിട്ട് വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് കൂടുതൽ ഉപകാരപ്രദമാകുക എന്നുള്ളത്. നെൽച്ചെടിയുടെ ഗ്രോത്തിന്റെ ഒരു 20% ഇവിടുന്നാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അത് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പം ഒരു ബാക്കി 80% ഫീൽഡിലുള്ളൂ. അപ്പോൾ ശരിക്കും ക്ലൈമറ്റ് ഡിപ്പെൻഡഡ് ആയിട്ട് ഫീൽഡിൽ ആ 80% സമയം മാത്രമേ ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റം കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് കുറച്ച് സമയമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റിൽ വരുന്ന ഡിസാസ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേയൊക്കെ ഇതൊരു ഉപാധിയായിട്ട് വരാറുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഇന്റർവെൻഷൻസ് മുഴുവൻ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് ടോപ്പിക് ടു ഡിസ്കസ്. ഒരു കർഷകന്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ പറയാം. ഇപ്പൊ എൻ്റെ ഫുഡ് പ്ലേറ്റിന്റെ, എൻ്റെ ഭക്ഷണത്തിന്റെ ഒരു 85% സാധനങ്ങളോ മെറ്റീരിയൽസ് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ അരി വന്നു കഴിയുമ്പോൾ തന്നെ മോർ ദാൻ 50% കവറായി. നാളികേരം വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു 10, 15, 20% കവറാവും. പിന്നെ അത്യാവശ്യം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മിക്കവാറും ഒക്കെ എൻ്റെ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഡെയിലി ഫുഡിന്റെ ഒരു വളരെ ചെറിയ ഒരു 10-15% മാത്രമാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വരേണ്ടതായിട്ടുള്ളൂ. ഇത് തരുന്ന ഒരു സെക്യൂരിറ്റിയും ഒരു എന്താ പറയാ ഫുഡിന്റെ ക്വാളിറ്റി അഷുറൻസും നമുക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നല്ല വെള്ളം, നല്ല ഭക്ഷണം, നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ട്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് വരുന്ന സാധനത്തിൽ അങ്ങനെ അഷുർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നമ്മൾ ഏതിനെ ലാഭനഷ്ടമായിട്ട്, ഏത് ലാഭമായിട്ടോ ഏത് നഷ്ടമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്റെ കുറെ സുഹൃത്തുക്കൾ, ഇപ്പൊ ഞാൻ BCom ബാച്ചിലുള്ള 60 പേരില് 30 പേരായിട്ട് ഇപ്പോഴും കണക്റ്റഡാണ്. അപ്പൊ ഇവര് പലരും പല ടൗണുകളിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അവര് പറയാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, അവരുടെ ഫുൾ ഇയർ വർക്ക് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 5-10 ദിവസം ഒരു റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ജീവിതമാണ് സോമദാസ് പൂർണ്ണ എല്ലാ 365 ദിവസവും അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊരു സാധനം കൊണ്ട് നമ്മുടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. നമ്മുടെ ഇവിടെ ഒരു കാർഷിക ജീവിതം പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ബോസും സബോർഡിനേറ്റും എല്ലാവരും. ഇവിടെ ആരും നമ്മളെ നിയന്ത്രിക്കാനൊന്നുമില്ല. അപ്പം ഇവിടെ ഇതില് സന്തോഷം കാണാനും പിന്നെ
പിന്നെ അതിന് സാമ്പത്തികമായിട്ടുള്ള കുറെ ചിട്ടയും കാര്യങ്ങൾ വേണം. ഇത് രജിഷ് നേരത്തെ പറഞ്ഞ കണക്ക് എഴുതി വെക്കണം, എവിടെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് അറിയാൻ പറ്റണം, ആ നഷ്ടം ആവർത്തിക്കാതിരിക്കാൻ പറ്റണം, മറ്റ് പോസിബിലിറ്റീസ് അന്വേഷിച്ച് പോകണം. ഇപ്പൊ ഞങ്ങൾ എല്ലാ ഈ അഗ്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണെങ്കിലും അതെ, അതുപോലെ എക്സിബിഷൻസ് ആണെങ്കിലും മറ്റേ ട്രെയിനിങ്സ് ആണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം അറ്റൻഡ് ചെയ്യും. അതിൽ 90% നമുക്ക് മുൻകൂട്ടി ധാരണയുള്ളതാണെങ്കിലും എന്തെങ്കിലും 5-10% എങ്കിലും നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക, പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക, നഷ്ടങ്ങൾ വരുന്നത് മനസ്സിലാക്കുക, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, മറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് കൃഷിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇങ്ങനെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കാർഷിക മേഖലയിൽ അങ്ങനെയുള്ള റിസർച്ചുകളും മറ്റും നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഫലങ്ങൾ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ പ്രായോഗികമായ തലത്തിലേക്ക് വരുന്നത് വളരെ കുറവാണ്. ഞാൻ നേരത്തെ ഫോസ്ഫറസിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ട്രൈക്കോകാർഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരുപാട് ടൺ കണക്കിന് കെമിക്കൽസിന് സേവ് ചെയ്യാൻ പറ്റുന്ന ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെസ്റ്റ് ആൻഡ് ഡിസീസ് കൺട്രോൾ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അത് ചെയ്യുന്ന ആളുകള് വളരെ ഒരു 1% പോലും ഉണ്ടാവില്ല, കാർഷിക മേഖല ഉണ്ടാവില്ല എന്നതാണ്. ഇപ്പൊ ട്രൈക്കോകാർഡ് ഉപയോഗിക്കുന്ന ഞങ്ങൾ അവിടെ ഇപ്പോൾ ഡാറ്റ എടുക്കുമ്പോൾ അറിയാം, വളരെ കുറച്ച് പേരേ ഉള്ളൂ. കാരണം നമുക്ക് എപ്പോൾ പോയാലും ഞാൻ വാങ്ങിക്കുന്ന ട്രൈക്കോകാർഡ് വാങ്ങിക്കുന്ന സ്ഥലത്തല്ല എന്നെ വളരെ ഫേമസ്, കാരണം ഞാൻ വളരെ കുറച്ചേ വാങ്ങുന്നുള്ളൂ. എങ്കിൽ പോലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെല്ലാം നല്ല പരിചയമാണ്. അതിനർത്ഥം എന്താ, ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ മറ്റേ എന്താ പറയാ, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇൻപുട്സുകൾ ഉപയോഗിക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവും ആണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്. പക്ഷെ എല്ലാം ഇപ്പൊ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ ഇതായിട്ടുള്ള ഇതായിട്ടും. കെമിക്കൽസിന് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല, കാരണം ന്യൂട്രിയൻസിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് കെമിക്കൽ ത്രൂവേ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ക്രോപ്പ് ചെയ്യുമ്പോൾ ചില കെമിക്കൽസ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അവിടെ തന്നെ അതേ ന്യൂട്രിയന്റ് കിട്ടാനായിട്ട് നമുക്കൊരു ഓർഗാനിക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കെമിക്കൽ ഇൻപുട്ട് ഉപയോഗിക്കണം. ഞാനൊരു ജൈവ കൃഷിവാദിയൊന്നുമല്ല. പോസിബിൾ എക്സ്റ്റെന്റ് ലോക്കലി അവൈലബിൾ ഇൻപുട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു ആശയം കൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെയല്ല, ഇപ്പൊ ഉദാഹരണത്തിന് ബോറോൺ, നമ്മുടെ എല്ലാ മണ്ണിലും ഈ പ്രദേശത്തൊക്കെ ഡെഫിഷ്യൻസി ഉള്ള സാധനമാണ് ബോറോൺ. വളരെ ചെറിയ അളവിൽ മതി. ഇനി ബോറോൺ എനിക്ക് നാച്ചുറലി കൊടുക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അത് ജൈവവളങ്ങളിൽ ഉണ്ടാവുന്ന ഉണ്ടാവും. എന്നിട്ടും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വളരെ ചെറിയൊരു അളവിൽ ബോറോൺ കൊടുത്തേ മതിയാവുള്ളൂ. അതുപോലെ pH കൺട്രോൾ ചെയ്യാനായിട്ട് കാൽഷ്യം കാർബണേറ്റോ അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡോ ഉപയോഗിക്കണം, നീറ്റൊക്കെ ഉപയോഗിക്കണം. അത് കെമിക്കലാണെന്ന് വെച്ച് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താ പറയാ, ആ ഘടകങ്ങളിൽ വരുന്ന ഒരിതാണ്. ഒന്ന് ഭൂമി, പിന്നെ വിളകള്, കർഷകനും കർഷക തൊഴിലാളിയും. കർഷക തൊഴിലാളികളുമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് കാലങ്ങൾ കൊണ്ടുണ്ടായ ഒരു ഇതെന്ന് വെച്ചാൽ കർഷകൻ വേറെ, കർഷക തൊഴിലാളി വേറെ. പഴയ കാലത്ത് കുറെ ചൂഷണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘർഷങ്ങളും ഒക്കെ നമ്മൾ കേട്ടില്ല. പക്ഷെ അത് ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുന്ന ആളുകള് ഇപ്പോഴും നമ്മുടെ എത്രയോ തലമുറകൾ കഴിഞ്ഞു, സാഹചര്യങ്ങൾ മാറ്റം വന്നു, കൃഷി തകർന്നു പോയി, കർഷക തൊഴിലാളികളൊക്കെ പല മേഖലയിൽ നിന്ന് മാറി. എങ്കിലും ഇപ്പോഴേ എന്താ പറയാ, ആ കഥകൾ പറഞ്ഞ് രണ്ടായി നിർത്തുന്ന ഒരു പ്രവണത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു. ശരിക്കും രണ്ടും ഈ കർഷകനും കർഷക തൊഴിലാളി രണ്ടായി നിൽക്കുന്ന ആൾക്കാരല്ലാന്നും ഒരു സിംബയോസിസിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ട ആൾക്കാർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് രണ്ടുപേർക്ക് നിലനിൽപ്പുണ്ടാവുക. ആ ഒരു തിരിച്ചറിവ് ഇപ്പൊ ഞങ്ങളെ കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം. അപ്പൊ ഒരിക്കലും അവരെ ഒഴിവാക്കിക്കൊണ്ട് എനിക്കൊരു പ്രവർത്തനമില്ല, അല്ലെങ്കിൽ തിരിച്ച് ഞാനില്ലെങ്കിൽ അവർക്ക് ആ വർക്കില്ല. ആ തരത്തിലാണ്. ആ തരത്തിൽ അവരെ കാണാനും അവരെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്താനും അവരുടെ പ്രശ്നങ്ങളും കൂടെ മനസ്സിലാക്കാനും അത് അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കാനും അവരുമായിട്ട് മാന്യമായിട്ട് പെരുമാറാനും അവരുടെ നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചെറിയൊരു വ്യത്യാസം നമ്മുടെ വർക്കിംഗ് ടൈമിലും അല്ലെങ്കിൽ പേയ്മെന്റ് രീതികളിലും അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അവർക്ക് ഇത് വലിയൊരു, കാരണം കർഷക തൊഴിലാളികൾ വലിയ പ്രശ്നം എന്താ വെച്ചാൽ ആകെ ഒരു വർഷത്തിൽ വളരെ കുറച്ച് ദിവസങ്ങളെ അവർക്ക് വർക്ക് കിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ദിവസം മുഴുവൻ അവർക്ക് മറ്റേ ഇതാണ് അൺഎംപ്ലോയിഡ് കണ്ടീഷനാണ്. അപ്പൊ അങ്ങനെ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ അവര് വേറെ മേഖല തേടി പോകും. അതേസമയം സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ വേറെ സംഘടനകളുടെ തലത്തിലോ ഇവർക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള വർക്കുകൾ ഒന്ന് ഇവരെ കയ്യിലെത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഇവര് ആ മേഖല പിടിച്ചു നിർത്താൻ പറ്റിയാൽ പിന്നെ അവർ ആ മേഖലയിൽ നിന്നോളും. അപ്പൊ ഞാൻ എൻ്റെ ഒരു 15 തൊഴിലാളികളുണ്ട്. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ ഇവര് ഞാറ്റടിയുടെ വർക്കുണ്ട്, എന്റെ സ്വന്തം കൃഷിയുടെ വർക്കുണ്ട്. അത് കൂടാതെ എന്റെ സുഹൃത്തുക്കളോ
റിലേറ്റീവ്സ് ആരെങ്കിലും ജോലിക്കാരെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരെ അങ്ങോട്ട്, എൻ്റെ ഒരു ജോലി 2 ദിവസം നിർത്തിയിട്ടാണെങ്കിൽ പോലും ഇവരെ അങ്ങോട്ട് 4 ദിവസം വിടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏതാണ്ട് 365 അവരെടുക്കുന്ന അവധികളല്ലാതെ ഇവർക്ക് പിന്നെ ജോലി ഇല്ലാത്തൊരവസ്ഥയില്ല. അതാണ് അവരിവിടെ പിടിച്ചു നിർത്തുന്ന കാര്യം. പിന്നെ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു മാന്യതയും ഒരു പരിഗണനയും. അപ്പൊ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ലീവ് വേണമെങ്കിൽ ഇവിടെ ഒരു നോന്നുള്ള പ്രശ്നമില്ല. പിന്നെ അവർക്ക് ഈവൻ പാർട്ട് ടൈം ലീവ് വേണമെങ്കിൽ ഒരു ദിവസം ഒരു 1 hour അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 hour ലീവ് തന്നെ അവർക്ക് പോകാം. അതെല്ലാം അക്കൗണ്ടഡ് ആണെന്ന് മാത്രമേ. അല്ലെങ്കിൽ ആഫ്റ്റർനൂണോ അല്ലെങ്കിൽ ഒരു എത്രയാണോ അവർക്ക് അവധി വേണ്ടത് എന്നുള്ളത് ചെയ്യും. അതുവരെ തിരിച്ചതുപോലെ തന്നെ എനിക്കൊരു എക്സസ് ഒരു മണിക്കൂർ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അവർ തയ്യാറാണ്. അതിന് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യാൻ ഞാനും തയ്യാറാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രം ഒരു 1000 പേരുടെ ഒരു ലേബർ ബാങ്ക് പ്രവർത്തിക്കാനുള്ള ആളുകളും ഉണ്ട്, സാഹചര്യമുണ്ട്, ലാൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ലേബർ ബാങ്ക് ഇല്ല. അങ്ങനെ തുടങ്ങുന്നുണ്ട് പലതും. എല്ലാം തുടങ്ങുന്നതെല്ലാം ഒരു സ്കീമിന്റെ ഭാഗമായിട്ട്, സർക്കാരിന്റെ ഒരു റൊട്ടീൻ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലാതെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ശ്രദ്ധയും ഒരുപാട് മാറ്റങ്ങളും വേണ്ട ഒരു രംഗമാണ് കാർഷിക രംഗം. അതിന് പകരം ഇത് നഷ്ടമാണെന്നും ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്നുള്ള ഓരോ ആശയമാണ് എല്ലാ മാധ്യമങ്ങളും, പത്രങ്ങളും, രാഷ്ട്രീയവും, സമൂഹങ്ങളും എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ളത്. എന്നാൽ ഇതില്ലാതെ, ഭക്ഷണമില്ലാതെ ജീവിക്കാൻ ഒരു മാർഗവും കൂടെ അതിൻ്റെ ഒപ്പം കണ്ടെത്തണം എന്നുള്ള ഒരു ആശയം കൂടെ ഉണ്ട്. ഇതൊന്ന് രക്ഷപ്പെടണം എന്ന് വെച്ചാൽ പിന്നെ അവിടെ ഉൽപാദനമില്ല. പുറത്തുനിന്ന് ഭക്ഷണം വരും എന്നുള്ള ഒരു ഇതിലാണെങ്കിൽ ഇതേ സാഹചര്യം പുറത്തുണ്ടായിക്കൂടെ? ഇവിടെ ഉണ്ടായ ഒരു വരൾച്ചയുടെ ഭാഗമായിട്ട് ഇതുണ്ടാകും. അതിനനുസരിച്ച് വേറെ അവിടെ ഉണ്ടാവും, വരൾച്ച ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാവും, ഫുഡ് പ്രൊഡക്ഷൻ കുറയാം. അപ്പൊ എവിടെ പ്രൊഡക്ഷൻ കുറയുമ്പോഴും അവിടുത്തെ നീഡ് കഴിഞ്ഞിട്ടേ പിന്നെ ഇങ്ങോട്ട് വരുള്ളൂ. ആ സമയത്ത് നമ്മളൊരു എന്താ പറയാ, ഈ പുര കത്തുമ്പോ വാഴവട്ടം പോയിട്ട് കാര്യമില്ല. പുര കത്താതെ നോക്കണതാണ്. ആ കത്താതെ നോക്കണമെങ്കിൽ കത്താനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഇന്നു മുതൽ നമ്മൾ അത് ഒഴിവാക്കിയാൽ മാത്രമേ രക്ഷയുള്ളൂ. പക്ഷെ അതിന് പകരം അതിനെ എന്താ പറയാ, ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണങ്ങളാണ് വരുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഗുണമേന്മയുടെ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങാം. ലോഗിൻ ചെയ്യൂ famigo.com.